ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. ഇന്ന് നമ്മളുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അതായത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ചീസ് അല്ലേ. അപ്പോൾ ഈ ഒരു ചീസ് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്പെഷ്യൽ ഹോം മെയ്ഡ് ചീസ് റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്കപ്പോൾ ഹോം മെയ്ഡ് ചീസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി 2 കപ്പ് മിൽക്ക്, അതായത് 500 ml മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. നമ്മളപ്പോൾ ഒഴിച്ചു കൊടുത്ത മിൽക്ക് ഞാനൊന്ന് ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാലൊന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. അതായത് നമ്മളുടെ കൈവിരലൊന്ന് തൊട്ട് നോക്കുമ്പോൾ പൊള്ളാത്ത രീതിയിലുള്ള ചൂട്, അത്രയും മാത്രം ചൂടായാൽ മതിയാകും. ഇപ്പം നമ്മളുടെ പാലിവിടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതായത് നമ്മളൊന്ന് വിരൽ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ സഹിക്കാവുന്നൊരു ചൂട്, അത്രയും മതിയാവും. ഒരുപാട് അങ്ങ് ചൂടായി പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പാകത്തിൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വിനെഗറാണ്. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ വിനെഗർ എടുത്തിട്ടുണ്ട്. അതാണ് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. വിനെഗർ ചേർക്കുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കണേ. ഈ വിനെഗറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കുക. അതാണെങ്കിലും ഇതേപോലെ തന്നെ 3-4 ടേബിൾ സ്പൂൺ എടുക്കുക. എന്നിട്ട് കുറേശ്ശെ ഒഴിച്ച് നോക്കുക കേട്ടോ. എപ്പോഴാണോ പാല് പിരിഞ്ഞു വരുന്നത് ആ സമയത്ത് അതങ്ങ് നിർത്തി കൊടുക്കുക. ഒരുപാടങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമ്മളിപ്പോൾ നമ്മളുടെ പാലും ഇവിടെ നന്നായിട്ടൊന്ന് പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകമാണ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിക്കളയാം. ഒരു സ്റ്റെയിനറിലേക്ക് ഇട്ടിട്ട് വെള്ളം മാറ്റിയെടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിതൊന്ന് സ്റ്റെയിനറിലേക്ക് മാറ്റി കൊടുത്ത് അതിൽ ആ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. നമ്മളപ്പോൾ ഇവിടെ ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റെയിനറിലുണ്ടായിരുന്ന തിക്ക് പോർഷൻ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ബാക്കി അരിച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് 3-4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ. 2-3 മിനിറ്റ് സമയം എടുത്ത് തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു തിക്നെസ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ സോഫ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിനൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റി കൊടുക്കാം. അടുത്തതായി ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജലാറ്റിനാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ ജലാറ്റിനിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് മിൽക്ക് നമ്മളൊന്ന് സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കപ്പ് മിൽക്ക് നമുക്ക് ഇനി ആവശ്യം വരും കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കുക. അതിൽ നിന്ന് 3 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ജലാറ്റിനും മിൽക്കും കൂടിയിട്ടുള്ള മിക്സ് ഒന്ന് നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ചൂടാക്കിയെടുക്കണേ. അപ്പോൾ നമ്മളുടെ മിക്സ് ഒന്ന് സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ഉരുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ മിക്സ് ഇവിടെ നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് മാറ്റി വെച്ചിരുന്ന മിക്സ് ഉണ്ടല്ലോ, അതൊരു പാനിലേക്ക് മാറ്റി കൊടുത്തതാണ്. ഇപ്പോൾ ഫ്ലെയിം സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ 1 കപ്പ് മിൽക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറേശ്ശെയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ പാലുമായി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ബട്ടറിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ജലാറ്റിൻ ഉണ്ടല്ലോ, ആ ജലാറ്റിൻ്റെ മിക്സും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണേ. നമ്മളിതിൽ ജലാറ്റിൻ ചേർത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. അടുത്തതായി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു പിഞ്ച് ഉപ്പാണ്. കാരണം ചീസിലൊക്കെ ചെറുതായിട്ട് ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ചേർക്കുന്ന ബട്ടർ സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ നന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. കാരണം ചീസിന് എപ്പോഴൊരു സ്ലൈറ്റായിട്ട് യെല്ലോയിഷ് കളർ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു പ്രോപ്പർ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ചെയ്തെടുക്കുന്നതെല്ലാം സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ്, ഫ്ലെയിം കൂട്ടി വെച്ചേക്കരുത്. അപ്പോൾ ഇനി നമുക്കിത് തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ജലാറ്റിനും ബട്ടറും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇത് നമുക്ക് വേറൊരു സെറ്റ് ചെയ്യുന്ന ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ പുഡിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഏതെങ്കിലും പാത്രം ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ബൗളിനകത്ത് നമ്മളൊരൽപ്പം ബട്ടറും കൂടി തടവി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് കട്ടിയിൽ ഒഴിച്ചു കൊടുക്കരുത്, തിക്കായിട്ട് ഒഴിക്കരുത് കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ ചീസ് സ്ലൈസ് എന്ന് പറഞ്ഞാൽ തിന്നായിട്ടുള്ളതല്ലേ. അപ്പോൾ കൂടുതൽ മിക്സ് വരുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോഴും നമുക്കത് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ മിക്സ് ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടി ഫ്രിഡ്ജിലേക്ക് 2 to 3 hours ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലാണ് അത് സെറ്റായി വരുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു 3 hours കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ റെഫ്രിജറേറ്ററിൽ നിന്ന് ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളെപ്പോഴും ചീസ് സ്ലൈസസ് സ്ക്വയർ പീസിലല്ലേ കാണാറുള്ളത്. അപ്പോൾ അതേ ഷേപ്പിൽ തന്നെ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ചീസ് സ്ലൈസ് ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ തയ്യാറാക്കിയെടുത്ത ചീസ് സ്ലൈസസ് എല്ലാം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.